ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരും, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരും രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ നിന്നും എന്നെ രക്ഷിച്ചോരും, പാപഭാരത്തിൽ നിന്നും എന്നെ രക്ഷിച്ചോരും ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഒരു പുതിയ പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഓരോ ദിവസവും ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നാം നേരിടാറുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. എപ്പോഴും സന്തോഷം തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സങ്കടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. ഒരുപക്ഷെ അവയിൽ പലതും നമുക്ക് താങ്ങാവുന്നതിലപ്പുറവുമാകാം. എന്നാൽ ഇതിനെയൊക്കെ തരണം ചെയ്ത് മുൻപോട്ട് ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവകൃപയാണ്. എത്രമാത്രം ബലശാലിയായിരുന്നാലും ജീവിതത്തിലെ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ പതറിപ്പോകാൻ സാധ്യതയുണ്ട്. വലിയ ബലശാലിയാണ് എന്ന് വീമ്പിളക്കുന്ന പലരുടെയും ജീവിതം പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിലെ പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ അവരൊക്കെ തളർന്നു പോയിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിന് ബലം നൽകുന്നത്, പ്രതിസന്ധികളെ തരണം ചെയ്ത് മുൻപോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവകൃപയാണ്. ദൈവകരുണയില്ലാതെ നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല തന്നെ. ദൈവമക്കൾക്കുള്ള വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിലെ ഏതൊരവസരത്തിലും അവരെ താങ്ങി നടത്തുന്ന ഒരു കരം അവരോട് കൂടെയുണ്ട് എന്നുള്ളതത്രേ. പ്രയാസങ്ങൾ വരുമ്പോൾ ആ കരം അവരോടൊപ്പമുണ്ട്. അവരുടെ കണ്ണ് നിറയുന്നതായ സമയത്ത് ആ കരം അവരുടെ കണ്ണുനീരൊപ്പുന്നു. അവരുടെ മനസ്സ് വേദനിക്കുന്ന സമയത്ത് ആ കരം അവരെ തലോടി ആശ്വസിപ്പിക്കുന്നു. അവർ വീണുപോകാവുന്ന സാഹചര്യത്തിൽ ആ കരം അവരെ ബലമായി പിടിക്കുന്നു. അവർ പോകേണ്ടുന്ന പാത അറിയാതെ വരുമ്പോൾ അവർക്ക് ആ പാത കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം എല്ലാ സമയത്തും വെളിപ്പെടുന്നു എന്നുള്ളത് എത്രയോ ആശ്വാസകരമായ ഒരു കാര്യമാണ്. നിത്യജീവിതത്തിൽ ഓരോരോ പ്രയാസങ്ങൾ അടിക്കടിയായി വന്നുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, ഒരുപക്ഷെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തെ അടിക്കടി നേരിട്ടുകൊണ്ടേയിരിക്കും. ഈ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മെ സഹായിക്കുന്ന കരം നമുക്ക് എത്രയോ ആശ്വാസകരമാണ്. 68-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യത്തിൽ ദാവീദ് രാജാവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്: നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രമാത്രം അർത്ഥവത്തായ ഒരു വാക്യമാണിത്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. ഓരോ ദിവസവും നാം നേരിടുന്നതായ പ്രയാസങ്ങളിൽ നമ്മെ സഹായിക്കുന്ന ഒരു കരം നമുക്കുണ്ട്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. മനുഷ്യ ജീവിതമാണല്ലോ. നാം നനച്ചിരിക്കാത്ത നാഴികയിൽ നാം അറിയാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. അതിൽ പലതും നാം ചിന്തിച്ചതുപോലെ നമ്മെ വല്ലാതെ തകർക്കുന്നതായിരിക്കാം. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നാം ജീവിക്കേണ്ടുന്നത്. പ്രശ്നങ്ങളിലൂടെയാണ് നാം പോകേണ്ടുന്നത്. എപ്പോഴും സന്തോഷമായിരിക്കണമെന്നില്ല. പലരെയും കാണുമ്പോൾ നാം വിചാരിക്കും, ഇവരൊക്കെ എപ്പോഴും സന്തോഷമുള്ളവരാണല്ലോ, ഇവർ ചിരിച്ചുല്ലസിച്ച് ജീവിതത്തെ ആസ്വദിക്കുകയാണല്ലോ എന്നൊക്കെ നാം വിചാരിക്കാം. എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ മറുഭാഗം നോക്കുമ്പോൾ പുകയുന്ന ഒരു അഗ്നിപർവ്വതം പോലെ ഏത് സമയത്തും സ്ഫോടനം നടക്കാവുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങളെ നേരിടുന്നവരാണ് എന്ന് കണ്ടറിയുവാൻ സാധിക്കും. എത്രയോ പേർ അടുത്ത സമയങ്ങളിൽ ആത്മഹത്യകൾ ചെയ്തിട്ടുണ്ട്.
സമൂഹത്തിലെ ഉന്നതരെന്ന് തോന്നുന്ന പലരും ആത്മഹത്യകൾ ചെയ്തിരിക്കുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന പലരും ജീവിത തകർച്ച നിമിത്തം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? ജീവിതത്തിലെ ഭാരങ്ങൾ വരുമ്പോൾ താങ്ങാനാവാതെ, പിടിച്ചു നിൽക്കുവാൻ നിവൃത്തിയില്ലാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തുവാൻ അവർ ആഗ്രഹിച്ചു. ഈ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ആർക്കാണ് താങ്ങുവാൻ സാധിക്കുക? ദൈവവചനം പറയുന്നത് നാൾതോറും ഈ ഭാരങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ്. ഇന്നത്തെ ഭാരമായിരിക്കുകയില്ല നാളെ നാം അനുഭവിക്കേണ്ടതായി വരുന്നത്. ഇന്നത്തെ ജീവിത പ്രശ്നമല്ല നാളെ നാം നേരിടേണ്ടതായി വരുന്നത്. ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ നാം നേരിടേണ്ടതായി വരുന്നു. ഈ പ്രശ്നങ്ങളുടെയൊക്കെ മുഖത്ത് പിടിച്ചു നിൽക്കുവാൻ നമുക്കിടയായിത്തീരണം, അല്ലെങ്കിൽ നാം തകർന്നു പോകും. പലരും പഠിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതം എപ്പോഴും സന്തോഷകരമാണ്, സമൃദ്ധിയാണ് എന്നൊക്കെയാണ്. അവർ വിളമ്പുന്നത് സമൃദ്ധിയുടെ സുവിശേഷമാണ്. എപ്പോഴും സന്തോഷിക്കുന്ന, എപ്പോഴും ആനന്ദിക്കുന്ന, ആനന്ദത്തിൽ ആറാടുന്ന, സമൃദ്ധി മാത്രം അനുഭവിക്കുന്ന, കടമില്ലാത്ത, ഞെരുക്കമില്ലാത്ത, രോഗമില്ലാത്ത, ക്ഷീണമില്ലാത്ത, എപ്പോഴും സമൃദ്ധി മാത്രം അനുഭവിക്കുന്ന ജീവിതമാണെന്ന് അവർ വിളംബരം ചെയ്യുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ദൈവവചനം പറയുന്നത് കഷ്ടതയുടെ തീച്ചൂളയിലൂടെയാണ് നാം പോകേണ്ടുന്നത് എന്നുള്ളതത്രേ. ആ കഷ്ടതകൾ നമ്മുടെ ശാപത്തിനായിട്ടല്ല, നമ്മുടെ അനുഗ്രഹത്തിനായിട്ടാണ് എന്ന് ദൈവവചനം പറയുന്നു. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ നാം ഏറ്റവും തിളക്കമേറിയവരായി ആ തീച്ചൂളയുടെ വെളിയിലേക്ക് വരുന്നു. അങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം ഏറ്റവും മാധുര്യമായി തീരുന്നത്. പലപ്പോഴും നാം വിചാരിക്കും, അയ്യോ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, കർത്താവ് എന്നെ മറന്നു കളഞ്ഞുവോ, ഞാൻ എങ്ങനെ ജീവിക്കും, എൻ്റെ ഇന്ന പ്രശ്നങ്ങളുടെ മുൻപാകെ, പ്രതിസന്ധികളുടെ മുൻപാകെ ഞാൻ എങ്ങനെയാണ് മുൻപോട്ട് പോവുക, നാളെ ഞാൻ എങ്ങനെ ആയിരിക്കും? ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് പലപ്പോഴും നാം ഭാരപ്പെടാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നത് എന്താണ്? നാൾതോറും നിന്റെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. ആ കർത്താവ് ഓരോ ദിവസവും നമ്മെ നടത്തുന്നു, നമ്മുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നമ്മെ തലോടി ആശ്വസിപ്പിക്കുന്നു. നാം വീണു പോകാതെ, താണു പോകാതെ നമ്മെ നടത്തുന്ന ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. ദൈവവചനം നമ്മോട് പറയുന്നത് നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല എന്നാണ്. കാലുകൾ വഴുതിപ്പോകാവുന്ന സാഹചര്യങ്ങളിൽ നാം ഭയപ്പെടുമ്പോൾ ആ ദൈവം നമ്മോട് പറയുകയാണ്, കുഞ്ഞെ, നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കയില്ല, ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നീ വീണുപോകയില്ല, നീ അനുഭവിക്കുന്നതായ ഭാരം എൻ്റെ മേൽ ഇറക്കി വയ്ക്കുക, നിന്റെ ഭാരം ഞാൻ ചുമന്നുകൊള്ളാം, അതുകൊണ്ട് നീ വിഷമിക്കേണ്ടുന്ന ആവശ്യമില്ല, ഞാൻ നിന്റെ കൂടെ എല്ലാ സമയത്തുമുണ്ട്, നിന്നെ പിരിഞ്ഞ് ഞാൻ മാറിപ്പോകുന്നില്ല, എല്ലാ സമയത്തും ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും നിന്റെ ഭാരങ്ങളെല്ലാം എൻ്റെ മേൽ ഇറക്കി വയ്ക്കുക. ഇത് കൃത്യമായി അനുഭവിച്ച ദാവീദ് രാജാവ് 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നമ്മുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കുവാനുള്ള ഒരു സ്ഥലം നമുക്കുണ്ട്. അത് നമ്മുടെ വലിയവനായ ദൈവമാണ്. ആ സകല ഭാരങ്ങളും അങ്ങോട്ട് ഇറക്കി വയ്ക്കുമ്പോൾ എത്രയോ വലിയ ഒരു ആശ്വാസമാണ്. നമ്മുടെ ജീവിത ഭാര ചുവട് നിമിത്തം നമുക്ക് ഒരടി പോലും മുൻപോട്ട് വയ്ക്കുവാൻ സാധ്യമല്ലാതെ വരുമ്പോൾ ആ ഭാരത്തെ ലഘൂകരിച്ച് നൽകി നമ്മെ സഹായിക്കുന്നവനാണ് നമ്മുടെ വലിയവനായ ദൈവം. നമ്മുടെ നാട്ടിലെ കിണറുകൾ കുഴിക്കുമ്പോൾ ആ കിണറിൻ്റെ ആഴം കൂടിക്കൂടി വരുന്ന സമയത്ത് താഴെ നിന്ന് മണ്ണ് മുകളിലേക്ക് വലിച്ചെടുക്കുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. കാരണം മണ്ണ് നിറച്ച കുട്ടയ്ക്ക് നല്ല ഭാരമാണ്. എന്നാൽ ആ ഭാരം ലഘൂകരിക്കുന്നതിന് വേണ്ടി പഴയ കാലം മുതൽ തന്നെ പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കപ്പിയും തുടിയും അതിലുള്ള ഒരു സങ്കേതമായിരുന്നു. അതുപോലെ ഒന്നിൽ കൂടുതൽ കപ്പികൾ ഉപയോഗിക്കുമ്പോൾ ഈ ഭാരം വളരെ കുറഞ്ഞു വരുന്നു. ഒരു കൊച്ചു കുട്ടിക്ക് പോലും വളരെ നിസാരമായി ഒരു കുട്ട മണ്ണ് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയും. അങ്ങനെ ഭാരത്തെ കുറച്ച് കൊണ്ടുവരുവാനുള്ള അനേക സങ്കേതങ്ങളുണ്ട്. വാസ്തവത്തിൽ ഫിസിക്സിൽ ഇതിനെ നമ്മൾ ലിവർ അല്ലെങ്കിൽ ഉത്തോലകങ്ങൾ എന്നാണ് വിളിക്കാറുള്ളത്. ഭാരങ്ങൾ ലഘൂകരിച്ചു കൊണ്ടുവരുന്ന സംവിധാനങ്ങൾ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹം എന്താണ്? നമ്മുടെ മേലുള്ള ജീവിത ഭാര ചുമട് അവിടുന്ന് ഏറ്റെടുക്കുന്നു, അവിടുന്ന് നമ്മെ സഹായിക്കുന്നു,
ഓരോ ദിവസവും നാം അനുഭവിക്കുന്ന ഭാരങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു, നമ്മെ സഹായിക്കുന്നു. ഓരോ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുൻപോട്ട് പോകുവാനുള്ള ദൈവകൃപ ധാരാളമായി നമുക്ക് നൽകുന്നു. അത് ദൈവമക്കൾക്ക് മാത്രം ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ഇന്ന് രാവിലെ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാനിടയാകട്ടെ. ഒരുപക്ഷെ പല ജീവിത പ്രശ്നങ്ങൾ കൊണ്ട്, ജീവിത ഭാര ചുമടുകൾ കൊണ്ട് നമ്മുടെ കാലുകൾ വേച്ച് പോകാവുന്ന ഒരു സ്ഥിതിയിലായിരിക്കാം. എന്നാൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, കുഞ്ഞെ, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. ഒരുപക്ഷെ ജീവിത ഭാര ചുമട് നിമിത്തം ഉറക്കം നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട് വല്ലാത്ത ചിന്താക്കുഴപ്പത്തിലായിരിക്കാം. പക്ഷേ ദൈവവചനം നമ്മോട് പറയുകയാണ്, ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്നത്തെ ദിവസം ഈ വലിയ ധൈര്യത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിത ഭാര ചുമടുകളെല്ലാം കർത്താവിൻ്റെ മേൽ ഇറക്കി വെച്ചുകൊണ്ട് സന്തോഷത്തോടെയും ധൈര്യത്തോടെയും ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓരോ ദിവസവും ഞങ്ങൾ അനുഭവിക്കുന്ന ജീവിത ഭാര ചുമടുകളെ ലഘൂകരിക്കുവാൻ ഞങ്ങൾക്കാകാതെ വരുമ്പോൾ ഞങ്ങളെ സഹായിക്കുന്ന അവിടുത്തെ കരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ ജീവിത ഭാരങ്ങളും ഇറക്കി വയ്ക്കുവാൻ ഞങ്ങൾക്കൊരു സ്ഥലമുള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. നാളിതുവരെ ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന എല്ലാ വഴികൾക്കായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പലപ്പോഴും ചിന്താക്കുഴപ്പത്തിലാകുമ്പോൾ നീ തനിയെയല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു, നിന്റെ എല്ലാ ഭാരങ്ങളും ഞാൻ ചുമക്കാം എന്ന് അരുളി ചെയ്ത് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന അവിടുത്തെ സ്നേഹത്തിനായും കരുതലിനായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ കർത്താവേ. ആരെങ്കിലും ഇതുപോലെ ഭാരങ്ങളിലോ പ്രയാസങ്ങളിലോ വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, അവരെ അവിടുന്ന് കരം പിടിച്ച് നടത്തണമേ. ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ ജീവിപ്പാൻ അവരെ സഹായിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അവിടുത്തെ സന്നിധിയിൽ ഉള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരം ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വെച്ച് അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഓരോ നാളും എന്നെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എന്നെ ഭാരം ചുമക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം